ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ്. എൻ്റെ പേര് ജീവ സി വി സജിത്. മിരാന ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഓഫർ സെയിൽ, ഫ്രീഡം സെയിലിൻ്റെ വീഡിയോസാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 5 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അടിപൊളി ഡിസ്കൗണ്ട് പ്രൈസിലായിരുന്നു നമ്മൾ കുർത്തീസ് ഇട്ടിരുന്നത്. ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വീഡിയോ നമ്മുടെ റെഗുലർ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഓഫറിൻ്റെ പർച്ചേസിങ് വെബ്സൈറ്റിൽ ഇല്ലാഞ്ഞത്, വാട്സപ്പിലാണ്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്, കട്ട് സൈസസ് ആണ്. അതാണ് നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഈ വീഡിയോ തൊട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ്. www.milanadesigns ആണ് നമ്മുടെ വെബ്സൈറ്റ് ഐ ഡി. ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ഡിസ്പാച്ച് വിത്തിൻ 2 days ആണ്. ഇന്ത്യ പോസ്റ്റും DTDCയും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എപ്പോഴും കണ്ടുമടുത്ത ഐറ്റംസ് ഒന്നുമല്ല. നമ്മുടെ ഫാബ്രിക്കും പുതിയതാണ്. ഒരു ഇമ്പോർട്ടഡ് പോപ്കോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെഷീൻ വാഷ് ചെയ്യാം. അതിനൊരു ടെസ്റ്റായിട്ട് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ഡിഫറെൻ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ഓൾ ഓവർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. 3/4 സ്ലീവാണ്, ബലൂൺ സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അറ്റത്തേക്ക് ഇങ്ങനെ പടിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡ് പോപ്കോൺ ഫാബ്രിക്കിലേക്ക് ഫുൾക്കാരി എംബ്രോയിഡറി വർക്ക് പോലെ സെയിം ആണ് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ പോർഷൻ ഈ ബ്രാൻഡഡ് കുർത്തീസിൽ വരുന്ന അതേ കാര്യം. ഇത് ബ്രാൻഡഡ് കുർത്തിയാണ്. ഞാൻ പറയുന്നൊരു 1500 എബോ റേറ്റിൽ ചെയ്യുന്ന ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ആ ഒരു കുർത്തിയിൽ കാണുന്ന അതേപോലെ തന്നെ സെൻറ്ററിൽ ഇങ്ങനെ പോട്ട്ലി ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ പോർഷനിൽ പ്ലാക്കറ്റ് ഉണ്ട്. ലൈൻ കട്ടാണ്, ബട്ട് സ്റ്റിൽ നല്ല വിരിവോട് കൂടിയാണ് ടോപ്പിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളത് വെയർ ചെയ്ത് നോക്കണം. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഓഫീസ് വെയർ ആയിട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഓവൽ നെക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കളർ കണ്ടോ, നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത പേസ്റ്റൽ ഗ്രേ ഷെയ്ഡാണ്. അത് നമ്മൾ ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. സൈസ് വരുന്നത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ സൈസ് ലാർജ് സൈസ് ആണ്. എക്സൽ എനിക്ക് ഇച്ചിരി ലൂസ് ആയിരുന്നു. ഇപ്പോൾ ലാർജ് ആയപ്പോൾ കണ്ടോ നല്ല കറക്റ്റ് ഫിറ്റിങ്സിൽ അടിപൊളിയായിട്ട് കിടന്നോളും. പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കിനൊന്നും ഷ്രിങ്കേജ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ 1 സൈസ് അപ്പിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. എക്സ്ട്രാ സ്മോളുകാർക്ക് തൊട്ട് പർച്ചേസ് ചെയ്യാം. സ്മോൾ എടുത്തിട്ട് ചെറിയൊരു ഓൾട്രേഷൻ ചെയ്യാനും വളരെ ഈസിയാണ്. ഭയങ്കര കംഫർട്ട് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ചൂടെടുക്കുന്ന ഫാബ്രിക് അല്ല, ഓൾ ഓവർ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കംപ്ലീറ്റ്ലി ത്രെഡ് വർക്കാണ്. അത് കുർത്തിയുടെ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും ത്രെഡാണ്. നല്ല നമ്മുടെ ലോലിപോപ്സ് ബൊട്ടിക്കിലൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് നല്ല രസമുള്ള സ്റ്റാൻഡേർഡ് കുർത്തിയാണ്. പ്രൈസാണ് മെയിൻ ഹൈലൈറ്റ്. 625, 625, ഫ്രീ ഷിപ്പിംഗ്. സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ്. ഫസ്റ്റ് കളർ വരുന്നത് പേസ്റ്റൽ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഈ ഇൻഡോ വെസ്റ്റേൺ കുർത്തിയാണിത്. അപ്പം ഇതിന് 2 കളേഴ്സും കൂടെ അവരാണ്. ഫസ്റ്റ് വൺ ഈ പേസ്റ്റൽ ഗ്രേ ഷെയ്ഡ്, നല്ല കളേഴ്സ്. സെക്കൻഡ് വൺ വരുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ടീൽ ബ്ലൂ ഷെയ്ഡ് കേട്ടോ. ടീൽ ബ്ലൂയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ത്രെഡ് വർക്ക് കുറച്ചുകൂടെ വിസിബിൾ ആയിരിക്കും കണ്ടോ. കംപ്ലീറ്റ്ലി അത് നല്ല ഫിനിഷിങ്ങിലാണ് ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്ക് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്റർ പോർഷനിലേക്ക് ഇങ്ങനെ പോട്ട്ലി ബട്ടൺസ് ഉണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ല രസമുള്ള നെക്ക്, നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ്. ബലൂൺ സ്ലീവ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിന്റെ ലുക്കായി. 47 ഇഞ്ചസോളം നമുക്ക് ലെങ്ത് കിട്ടും. ഇത് നമുക്ക് ബോട്ടം ഇല്ലാതെയും വെയർ ചെയ്യാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. സെയിം ടൈം തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇത് കണ്ടോ, ഫാബ്രിക്കിന്റെ ഇൻസൈഡ് പോർഷനാണ് ഈ കാണുന്നത്. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ക്വാളിറ്റി കൂടിയ പോപ്കോൺ ഒക്കെ തന്നെ പല ടൈപ്പ് ക്വാളിറ്റി ഉണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. ഇത് എക്സൽ സൈസാണ് കാണിക്കുന്നത്. അടിപൊളി കളർ പാലറ്റ്. റേറ്റ് വരുന്നത് 625, 625. നമ്മുടെ നെക്സ്റ്റ് കളറും സൂപ്പറാണ്. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് നരപ്പമായിട്ട് തോന്നുന്ന ഒരു നരപ്പും ഇല്ല കേട്ടോ. നേവി ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്കർ നല്ല നേവി ബ്ലൂ ഷെയ്ഡ്. ഇതുപോലെ വെയർ ചെയ്താൽ നല്ല ഷേപ്പിൽ അടിപൊളിയായിട്ട് കിടക്കുന്ന കുർത്തിയാണ്. കോട്ടനും ജോർജറ്റും ഒക്കെ മേടിച്ച് മടുത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ചൂടൊന്നും എടുക്കത്തില്ല. മെഷീൻ വാഷ് ചെയ്യാം. നമ്മുടെ ഇടുക്കിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര ചൂടാണ്. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. പോട്ട്ലി ബട്ടൺസ്, ഓവൽ നെക്ക്. ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. അടിപൊളി ഫുൾക്കാരി മോഡലിൽ ചെയ്തിരിക്കുന്ന ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ബലൂൺ സ്ലീവ് വേണ്ടാന്നുള്ളവർക്കും ഈ ഇവിടെ വെട്ടിയിട്ട് നമുക്ക് നോർമൽ സ്ലീവിലേക്ക് ആക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പം റേറ്റാണ് ഏറ്റവും നല്ല പ്രൈസാണ് കേട്ടോ. 1000 ഒക്കെ റേറ്റ് വരുന്ന പ്രൊഡക്റ്റാണ് ഇങ്ങനത്തെയൊക്കെ. നമ്മുടെ റേറ്റ് ആണ് 625. 100% വർത്ത് ബൈ ആണ്. സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ്.
അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നല്ല രസമായിട്ട് കോട്ടൺ ഒരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് നമ്മുടെ പിന്നെ അല്ലെങ്കിൽ ബോട്ടോ ഇട്ട് പെയർ ചെയ്ത് കുർത്തിയായിട്ട് വെയർ ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. കോട്ടൺ ആണ്, ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്നതാണ്. ഇത്രയും പ്രിന്റിൽ അവൈലബിൾ ആണ്. കുറേ കളേഴ്സും കുറേ പ്രിന്റും ഉണ്ട്. അപ്പം ഞാൻ ഔട്ട്ലുക്ക് ഒരെണ്ണം വെയർ ചെയ്ത് കാണിച്ചു തരാം, ബാക്കി ഞാൻ പ്രിന്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ ഫ്രണ്ടിൽ പോക്കറ്റൊക്കെ വരുന്ന കുർത്തി. ഇതിപ്പം ഫ്രോക്കായിട്ടോ അല്ലെ കുർത്തിയായിട്ടോ വെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം ബ്രാൻഡഡ് കുർത്തി, അതായത് ശരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ബ്രാൻഡഡ് കുർത്തീസ് റിപ്ലിക്കായിട്ട് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ്. അതാണ് നമുക്ക് ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ്. സെൻട്രൽ പോർഷനിൽ കൂടി ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ പോക്കറ്റ്സ് ഉണ്ട്. ഇതാ ഒരു പോക്കറ്റ് ഇവിടെയും ഒരു പോക്കറ്റ് ഇവിടെയും. ഇതൊരു ട്രെൻഡിങ് പ്രോഡക്റ്റ് ആയിരുന്നു. 3/4 സ്ലീവ്സ് വന്നിട്ട് സ്ലീവ്സിലേക്ക് ഇങ്ങനെ ക്രോഷോ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം പ്രൊഡക്റ്റിന് തന്നെ റിപ്ലിക്ക ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത്. ഇതാ ഇവിടെ പടി പോലെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഗ്രാം ഷെയ്ഡാണ്. ഒലിവ് ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ റേറ്റ് 620, ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്കൊക്കെ കൊടുത്ത് ഒരു ചെറിയ സെൻറ്റർ നോച്ച് കൊടുത്ത് നമ്മുടെ പോട്ട്ലി ബട്ടൺ കൊടുത്ത് ക്രോഷോ ലേസ് പാച്ച് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിലേക്കും നമ്മുടെ ഈ പോക്കറ്റ്സിനും കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ വരുന്ന പ്ലീറ്റ്സിൻ്റെ പേര് ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് എന്നാണ്. ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുള്ളവർക്ക് ഏറ്റവും സുഖമായിട്ട് ഇടാൻ പറ്റും, കാരണം അവിടെ വയറുണ്ടെന്ന് തോന്നത്തില്ല. അതാണ് ഇൻവേർട്ടഡ് പ്ലേറ്റ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ ഒതുങ്ങി കിടന്നോളൂ. വേണേ ഒരു ഹാൻഡ് ബോക്സ് വെച്ച് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ നന്നായിട്ട് ഒതുങ്ങി കിടന്നോളൂ. അല്ലാതെ ഇങ്ങനെ ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. പോക്കറ്റ്സ് ഒക്കെ ഉള്ള എല്ലാ ലേഡീസിനും തന്നെ ഇഷ്ടമാണ്. നമ്മുടെ പേഴ്സോ ക്യാഷോ അല്ലെ മൊബൈൽ ഫോണോ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വളരെ ഈസി ആണല്ലോ പോക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് പോക്കറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ കൈയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് വരത്തില്ല. ഇങ്ങനെ നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഔട്ട്ലുക്ക്. ഗ്രീൻ ഗ്രാം കളറാണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡുള്ള ബോട്ടോ ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. 620 ജയ്പൂർ കോട്ടൺ ഫാബ്രിക്, കോട്ടൺ ലൈനിങ്, M2 XXL സൈസ്. ഞാനിപ്പോൾ വെയർ ചെയ്ത് കാണിക്കുന്നത് കോട്ടൺ ആണ്, സോ XL സൈസാണ് വെയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രിന്റ് കണ്ടോ, നല്ല രസമുള്ള ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. ഇത് കാന്ത കോട്ടൺ അല്ല കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് കാന്ത സ്റ്റിച്ച് വർക്ക് പോലെ നമുക്ക് തോന്നും, പക്ഷേ കാന്ത കോട്ടൺ അല്ല. ഇതാണ് ക്ലോസർ വ്യൂ. ഇത് കോട്ടൺ ഫാബ്രിക് ആണ്. ഇതാ ജയ്പൂർ കോട്ടൺ. ബാക്ക് പോർഷൻ വരുന്നത് ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. അതിൻ്റെ ക്ലോസർ വ്യൂ ആണ് ഈ കാണിക്കുന്നത്. അപ്പം ഫാബ്രിക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, 625 620 നല്ല വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതാ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബൊട്ടിക്ക് ചെയ്ത ഇതിൻ്റെ റിപ്ലിക്ക തന്നെയാണ് കേട്ടോ. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. റിപ്ലിക്കാസ് വരുമ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസ് ആവത്തില്ലല്ലോ. ഇത് നമ്മുടെ പോട്ട്ലി ബട്ടൺ കിടക്കുന്നു. ഇതുപോലത്തെ നല്ല രസമുള്ള നെക്കാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. പ്രിന്റിലുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. നല്ല സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ്. ഫ്രീ ഷിപ്പിങ്ങിൽ ഇന്ത്യയിൽ എവിടെയും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. 620 620. അപ്പോൾ തേർഡ് പ്രിന്റ് നമുക്ക് യൂഷ്വലി കിട്ടാത്ത ഷെയ്ഡാണ്, ചിക്കു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ചിക്കു ഷെയ്ഡ്. അതിലേക്ക് സെയിം തന്നെ കാര്യങ്ങൾ. പ്രിന്റിൽ ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട്. ബാക്കി അല്ലാണ്ട് വരുന്ന സൈസ് ചാർട്ടും അതിൻ്റെ ആ ഒരു ഔട്ട്ലുക്കും എല്ലാം സെയിം ആണ്. ക്രോഷോ ലേസ് പാച്ച്, രണ്ട് സൈഡിലും നല്ല രസമായിട്ട് പോക്കറ്റ്. പിന്നെ ഇത് ഫ്ലെയറിലാണ് ടോപ്പിൻ്റെ എൻഡിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറുകി ഇരിക്കത്തില്ല. ഇൻവേർട്ടർ പ്ലേറ്റ്സും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം. വയറുള്ളവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ റേറ്റ് 620. വരുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ട 3 കളേഴ്സും ബ്രിക്ക് റെഡ് പിന്നെ കോമൺ ആണ്. അല്ലാണ്ട് ഇപ്പോൾ ഈ ഗ്രീൻ ഗ്രാം ആണേലും ചിക്കു ആണേലും നമ്മുടെ ബ്രിക്കിനാണേലും ആ ഒരു മിക്സ് ഓഫ് കളേഴ്സ് നല്ല രസമാണ്. അതിനകത്ത് ഒരു മസ്റ്റാർഡും കൂടെ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഫോർത്ത് പ്രിന്റ് വരുന്നത് പേസ്റ്റൽ ഇൻഡിഗോ ഷെയ്ഡാണ്. നല്ല രസമുള്ള പ്രിന്റഡ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ പോക്കറ്റ്സ് വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. അത് നല്ല അകത്തോട്ട് കുറച്ച് ക്യാരി ചെയ്യാനുള്ള അത്രയും വലിപ്പമുള്ള പോക്കറ്റാണ് കേട്ടോ. കുഞ്ഞു പോക്കറ്റ് അല്ല. ഇതാ ഇങ്ങനെ വരും. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. 620ക്ക് നിങ്ങൾക്ക് 100% വർത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രിന്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അതെ, ബ്ലാക്കിലേക്കുണ്ട് ക്ലോസർ വ്യൂ. ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ആണ്. ഗ്രേയും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലാക്ക്. അതിൽ ഗ്രേ കളറിൽ തന്നെയാണ് നമ്മുടെ ആ ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. നല്ല കോട്ടൺ ഫാബ്രിക്, നല്ല ജയ്പൂർ കോട്ടൺ ഫാബ്രിക്, കോട്ടൺ ലൈനിങ്,
ബ്യൂട്ടിഫുൾ ക്രോഷ്യോ ലേസ് പാച്ച്, 2 സൈഡ് പോക്കറ്റ്, അടിപൊളി. ഇതിങ്ങനെ ഈ ഭാഗം ഓപ്പൺ ആക്കാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇറുകിയിരിക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെയാണ്. നല്ല ഫ്ലെയർ ഉണ്ട്. ഇത് അത്രയും നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ഔട്ട്ഫിറ്റ് ആണ്, കാണുമ്പോൾ തന്നെ ഇഷ്ടമാകും. 620. അപ്പോൾ ഫൈനൽ വൺ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി, കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ M2XXL സൈസ് 620 ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. ദിസ് ഈസ് ദ ഫൈനൽ പ്രിന്റ് ആൻഡ് കളർ ഷീറ്റ്. ഒന്നുകൂടെ ഫീച്ചർ പറയാം. സെൻട്രൽ ഇങ്ങനെ ഇൻവേർട്ടഡ് പ്ലേറ്റ്സ് ആണ്. സോ വയറൊക്കെ നെക്കൊക്കെ ആണെങ്കിലും നല്ല സൂപ്പറാണ്. സിമ്പിൾ നെക്കല്ലേ കൊടുത്തിരിക്കുന്നത്, നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ക്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ബാക്കിൻ്റെ ഫ്രണ്ടിലും സെയിം പ്രിന്റ് ആണ് കേട്ടോ. ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള പിങ്ക് ഷെയ്ഡ്. എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് പ്രിന്റ് ആണ്. റേറ്റ് 620 M2XXL. അപ്പം നമ്മുടെ മോസ്റ്റ് ഡിമാൻഡഡ് ഹോട്ട് സെല്ലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാവരും കമൻറ്റ് ചെയ്ത് നിങ്ങൾ കാണാറുണ്ടല്ലോ, ബോട്ടം കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നല്ല. അപ്പോൾ ടോപ്പും ബോട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പോപ്കോൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യത്തോളം വീഡിയോ ഇട്ട് സോൾഡ് ഔട്ട് ആയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ടോപ്പും ബോട്ടവും നല്ല ക്വാളിറ്റിയുള്ള പോപ്കോൺ ഫാബ്രിക്കിനാണ് കൊണ്ടുവന്നേക്കുന്നത്. മീഡിയം ലാർജ് XL XXL സൈസാണ്. ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് ഉണ്ട്, വൈൻ ഉണ്ട്, ടീൽ ബ്ലൂ ഉണ്ട്, പിന്നെ നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് നോക്കാം. ഇപ്പം എല്ലാ പ്രാവശ്യം നമ്മൾ കോളർ നെക്കാണ്. അപ്പോൾ ഇച്ചിരി ഏജ് ആയിട്ടുള്ളവരും പിന്നെ ഈ കോളർ നെക്ക് ഷർട്ട് കോളർ അല്ലാത്ത കോളർ ഇടുന്ന ആളുകളൊക്കെ പറഞ്ഞു നമ്മുടെ മാൻഡ്രെയിൻ കോളറിലും കൂടെ കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ഇത്രയും പ്രാവശ്യവും കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഫസ്റ്റ് വൺ, സെക്കൻഡ് കാറ്റലോഗ്, തേർഡ്, ഇതൊക്കെ നമുക്ക് മെഷീൻ വാഷ് പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. റഫ് യൂസ് ചെയ്യാം. അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ വരാറില്ല. പിന്നെ മാൻഡ്രെയിൻ കോളറാണ്. സെൻറ്റർ പോർഷനിൽ കൂടെ നല്ല ഭംഗിയായിട്ട് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നത് ജവാൻ സ്ലീവ് അല്ലെ മിലിറ്ററി സ്ലീവ്, പുള്ളപ്പ് സ്ലീവ് ആണ്. അതിലേക്കും ഇങ്ങനെ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 46 to 46 ഇഞ്ചസ് ലെങ്ത് ഉണ്ട്. സൈഡ് സ്ലിറ്റഡ് ആണ്. പോപ്കോൺ ആണ് ഫാബ്രിക്, അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ്. നല്ല ആഷ് കളറൊന്നും മിക്സ് അല്ലാത്ത നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. കോട്ട് സെറ്റ് കാറ്റഗറിയിലേക്ക് പെടുത്തുന്ന കുർത്തിയാണ്. ഇത് നമ്മുടെ ബോട്ടം പീസ് സെയിം തന്നെ കോട്ട് സെറ്റ് ആണെന്ന് പറയാൻ റീസൺ അതാണ്. ടോപ്പും ബോട്ടവും സെയിം ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് കോട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ഉള്ള ബോട്ടമാണ്. 39 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. ഇത് കണ്ടോ, നല്ല കുറച്ചൊന്ന് ഇലാസ്റ്റിക് അല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇത്. അപ്പം നമുക്കിത് വേറെ ചെയ്യും. അപ്പം നമ്മുടെ കുർത്തി വേറെ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ലേബിൾ നമ്മൾ നോക്കുകയോ വേണ്ട. നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് ആംബിറ്റ് ടു ആംബിറ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആംബിറ്റ് ടു ആംബിറ്റ് വരുന്നത് 42 ആണ്. XL സൈസാണ്. ലേബിൾ എനിക്ക് തോന്നുന്നു XXL ആണെന്ന് തോന്നുന്നു. ചില മാനുഫാക്ചേഴ്സിൻ്റെ ആ ഒരു ലേബലിങ് കറക്റ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു മാൻഡ്രെയിൻ കോളറാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ കൂടെ വുഡൻ ബട്ടൺ ഉണ്ട്. 3/4 ആണ് സ്ലീവ്സ്. സൈഡ് സ്ലിറ്റഡ് ആണ്. സ്ട്രെയിറ്റ് കട്ട് ആണ്. കോട്ട് സെറ്റ് ആണ്. ഇതാണ് ടോപ്പ് വരുന്നത്. നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് ഒരു ആംഗിൾ ലെങ്ത് എക്സ്പെക്ട് ചെയ്താൽ മതി. ആംഗിൾ ലെങ്ത് കിടക്കുന്നത് കോട്ട് സെറ്റ് അല്ലേ, അങ്ങനെ കിടന്നാലേ ഭംഗിയുള്ളൂ. അല്ലെ ഫുള്ള് താഴെ വരെ പാദം വരെ കിടന്നാൽ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത്. പോപ്കോൺ ആണ്. വെരി കംഫർട്ടബിൾ ആയിട്ട് റഫ് യൂസ് ചെയ്യാം. അപ്പോൾ ടോപ്പും നമ്മുടെ ബോട്ടവും സൈസ് ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ്. 699. 699 100% വർത്താണ് കേട്ടോ. നമ്മുടെ 599 595 പോപ്കോൺ ടോപ്പ് മാത്രം പർച്ചേസ് ചെയ്ത് എല്ലാവരും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത്. ഇതും പർച്ചേസ് ചെയ്ത് നോക്കൂ. ബോട്ടം അന്വേഷണം നടക്കണ്ട. 699 ടോപ്പ് ആൻഡ് ബോട്ടം പോപ്കോൺ ഫാബ്രിക്. നമ്മുടെ ഫസ്റ്റ് വൺ കണ്ടല്ലോ, ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഓരോന്ന് കാണിക്കാവേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്ന എല്ലാവർക്കും എപ്പോഴും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് മിക്സ് ഓഫ് ബ്രൗണും കൂടെ ഉണ്ട്. മാൻഡ്രെയിൻ കോളറാണ്. നമുക്ക് വുഡൻ ബട്ടൺ ഉണ്ട്. ജവാൻ മിലിറ്ററി സ്ലീവ് ആണ്. സൈഡ് സ്ലിറ്റഡ് ആണ്. ഇതിന് ലൈനിങ്ങിൽ ഒരാവശ്യമില്ല. പോപ്കോണിന് ലൈനിങ് അങ്ങനെ വെക്കാറില്ല. പിന്നെ എന്നാ പറയുന്നത്, സെൻറ്ററിൽ ബ്ലാക്കറ്റും കൊടുത്തിട്ടുണ്ട്. ലോങ് കോട്ട് സെറ്റ് കോൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്ന കുർത്തിയാണ്. നമുക്ക് നമ്മുടെ മിലാനയുടെ റേറ്റ് നല്ല സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് 699. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് XL ആണ്. XLൻ്റെ ബോട്ടമാണിത്. അപ്പോൾ ബോട്ടം വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ആംഗിൾ ലെങ്ത് ആണ് കിട്ടുന്നത്. കോട്ട് സെറ്റ് ആണ്. റേറ്റ് 699. സ്മോൾ തൊട്ട് XXL വരെ. ഈ കളറ് ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല കോട്ട് സെറ്റ് ആണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ തരുന്ന കോട്ട് സെറ്റ് ആണ്.
തേർഡ് കളർ വരുന്നത് വൈൻ ഷെയ്ഡാണ്. ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ നോക്കിയോ, ഇങ്ങനെ വരും ഫാബ്രിക്. പോപ്കോൺ ഫാബ്രിക്കാണ്, സെൽഫ് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ലൊരു ഓഫീസറിന് പറ്റിയ എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട്. അപ്പം നമ്മുടെ റേറ്റ് 699. ദിസ് ഈസ് ദ തേർഡ് കളർ. പ്രിൻ്റ് ഒന്നും വരുന്നില്ലല്ലോ, സെൽഫ് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിന് തന്നെ നമ്മളൊരു 500 രൂപ കൊടുക്കണം. നല്ല ക്വാളിറ്റിയാണ് ബോട്ടമൊക്കെ. അപ്പം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ്. തേർഡ് വൺ വരുന്നത് വൈൻ ഷെയ്ഡ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ടീൽ ബ്ലൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. വീഡിയോയിൽ ചിലപ്പോൾ ഒരു നരപ്പ് തോന്നും, അത് വീഡിയോയുടെ ഇത് നമ്മൾ ഫ്രണ്ട് ക്യാമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ വരും ടീൽ ബ്ലൂ ഷെയ്ഡ്. അടിപൊളി കോട്ട് സെറ്റ്, ലോങ് കോട്ട് സെറ്റ് കോൺസെപ്റ്റിലേക്ക് വരുന്ന പോപ്കോൺ ഫാബ്രിക് വെച്ച് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. 699, 100% വർത്ത് ബൈ ആണ്. അപ്പോൾ ഫൈനൽ ഷെയ്ഡ് വരുന്നതും അടിപൊളി ഷെയ്ഡാണ്, മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡ്. ഒരു മെറൂണിനേക്കാളും കൂടുതൽ റെഡ് വൈൻ ഷെയ്ഡ് എന്ന് പറയുന്നതാണ് കേട്ടോ കറക്റ്റ് വരുന്നത്. മെറൂണും അല്ല, റെഡിഷ് മെറൂണും അല്ല, റെഡും അല്ല, ഒരു വൈനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള റെഡ് വൈൻ ഷെയ്ഡ് എന്നാണ് ശരിക്കും പറയേണ്ടത് ഇതിന്. ഇങ്ങനെ വരും ഔട്ട്ലുക്ക്. മാൻഡ്രെയിൻ കോളറാണ്, നല്ല സ്റ്റാൻഡേർഡ് കോഡ് സെറ്റാണ് കേട്ടോ. ഫൈനൽ കളർ വരുന്നത് റെഡ് വൈൻ ഷെയ്ഡ്. റേറ്റ് 699. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്, അത് ഞാൻ പിന്നെയും പറഞ്ഞു ബോറടിപ്പിക്കാത്തത്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ. വാട്സപ്പിൻ്റെ റിപ്ലൈ മോർണിംഗ് 8:30 തൊട്ട് ഈവനിങ് 6 PM വരെ ആയിരിക്കും. നൈറ്റ് ടൈമിൽ നമുക്ക് വാട്സപ്പ് റിപ്ലൈസ് ഇല്ല കേട്ടോ. ഡേ ടൈമിൽ നമ്മളത് നോക്കി കറക്റ്റായിട്ട് പറയാം. 2 ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാകുന്നത്. എന്തെങ്കിലും അർജൻറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾ പറ്റുന്ന പോലെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കമൻറ്റ് സെക്ഷനിൽ നിന്ന് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ടുമോറോ ആയിരിക്കും. നാളെ നമ്മുടെ ഓണം കളക്ഷൻസ് കുറച്ചുകൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. പയ്യെന്ന് ചോദിച്ച ഫേസൊക്കെ കണ്ടിട്ട് സുഖമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരുടെയും കെയറിങ്ങിന് താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.